ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8051 മൈക്രോ കൺട്രോളറിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് പ്രോഗ്രാം ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിന്റെ ഒരു പ്രോഗ്രാം. അപ്പൊ ഞാൻ ബേസിക് ആയിട്ടുള്ള രണ്ട് പ്രോഗ്രാം പോർട്ടിൽ എങ്ങനെയൊക്കെ പ്രോഗ്രാം ചെയ്യാന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരെണ്ണമാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. സോ റൈറ്റ് എ പ്രോഗ്രാം ടു ക്രിയേറ്റ് എ സ്ക്വയർ വേവ് ഓഫ് 50% ഡ്യൂട്ടി സൈക്കിൾ ഓൺ ബിറ്റ് 0 പോർട്ട് 1. ബിറ്റ് 0 പോർട്ട് 1 എന്ന് വെച്ചാൽ പോർട്ട് 1ന്റെ ബിറ്റ് 0 P1.0യിൽ ഒരു സ്ക്വയർ വേവ് നമുക്ക് ജനറേറ്റ് ചെയ്യണം. ജനറേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, 50% ആയിരിക്കണം ഡ്യൂട്ടി സൈക്കിൾ. ദാറ്റ് മീൻസ് എന്താണ്, ഓൺ ടൈമും ഓഫ് ടൈമും സെയിം ആയിരിക്കണം. ഇത് ടി ഓൺ, ഇത് ടി ഓഫ് ആണെങ്കിൽ രണ്ടും സെയിം ആയിരിക്കണം. അതാണ് ഡ്യൂട്ടി സൈക്കിൾ 50% വെച്ച മീനിങ്. ഇതുപോലൊരു സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്റെ ക്ലാസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, നമ്മൾ ടൈമറിന്റെ പ്രോഗ്രാം എന്ന് പഠിച്ചപ്പോഴും ഇതേ ക്വസ്റ്റ്യൻ പഠിച്ചു. റൈറ്റ് എ പ്രോഗ്രാം ടു ക്രിയേറ്റ് എ സ്ക്വയർ വേവ് ഓഫ് 50% ഡ്യൂട്ടി സൈക്കിൾ ഓൺ എ പെർട്ടിക്കുലർ പോർട്ട് എന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിലേ ജനറേറ്റ് ചെയ്യാൻ ടൈമർ യൂസ് ചെയ്യണം. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഡിലേ ജനറേറ്റ് ചെയ്യാൻ ടൈമർ വേണം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാം എഴുതാം. ഇനി അല്ല, ജസ്റ്റ് ഒരു പോർട്ട് 1ലേക്ക് ഒരു സ്ക്വയർ വേവ് ജനറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ടൈമറിന്റെ പ്രോഗ്രാം എഴുതേണ്ട ആവശ്യമില്ല. അതിലും സിമ്പിൾ ആയിട്ട് ഇത് എഴുതിയാൽ മതി. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതേപോലെ തന്നെ അതറിയാവുന്നവർക്ക് ഇത് സിമ്പിൾ ആയിട്ട് തനിയെ എഴുതാവുന്നേ ഉള്ളൂ ആക്ച്വലി. അപ്പൊ ഇവിടെ എന്താണ്, ഡിലേ ജനറേഷന് നമ്മൾ നോർമൽ ഒരു ഡിലേ ജനറേഷൻ പ്രോഗ്രാം എഴുതുന്നു മാത്രം. അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് P1.0 ആണ്. P1.0യിൽ ഒരു സ്ക്വയർ വേവ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഇപ്പൊ ഒരു ഹൈ എന്ന് പറയായിരിക്കും, ഇവിടെ ഒരു ഹൈ വാല്യൂ കൊടുക്കണം, എന്നിട്ട് ഒരു ഡിലേ ജനറേറ്റ് ചെയ്യണം. പിന്നെ ലോ വാല്യൂ കൊടുക്കണം, ഒരു ഡിലേ ജനറേറ്റ് ചെയ്യണം. അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ആകുമ്പോൾ സ്ക്വയർ വേവ് ആയില്ലേ. അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം P1.0യിലേക്ക് 1 കൊടുക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എന്താണ്, സെറ്റ് ബി P1.0. അതിന്റെ മീനിങ് എന്താണ്, സെറ്റ് ബിറ്റ് P1.0. P1.0യിലെ ബിറ്റ് സെറ്റ് ചെയ്യുക. അതിന്റെ മീനിങ് എന്താണ്, P1.0 എന്നുള്ള പിന്നിൽ എന്താവും, 1 ആവും വാല്യൂ. പിന്നെ നമ്മളൊരു ഡിലേ കൊടുക്കണം, കാരണം നമുക്ക് ഹൈ വന്നിട്ടൊരു ഡിലേ വേണ്ടേ. അതിനുവേണ്ടി ഡിലേ ഒരു പ്രോഗ്രാം നമ്മളിവിടെ കോമൺ ആയിട്ട് സബ് റൂട്ടീൻ ആയിട്ട് സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, കോൾ ചെയ്യുക. അപ്പൊ എന്താണ്, എ കോൾ ഡിലേ, എ കോൾ എൽ കോൾ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അല്ലാതെ ഞാൻ എന്തായാലും ഇൻസ്ട്രക്ഷൻ എന്തായാലും ഒന്നുകൂടെ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും എ കോൾ എന്താണെന്നൊക്കെ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. ഇല്ലെങ്കിലും പേടിക്കേണ്ട, ഞാൻ എന്തായാലും അടുത്ത ക്ലാസ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നതാണ്. അത് സമ്മറൈസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. അപ്പൊ ഇത് നമ്മൾ സബ് റൂട്ടീൻ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൾ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. അതന്നെ ഇവിടെ 8051ൽ 2 കോൾ ഉണ്ട്, എ കോളും എൽ കോളും. നിങ്ങൾക്ക് എക്സാമിന് എ കോളിന്റെ ആവശ്യം വരുള്ളൂ. അപ്പൊ എ കോൾ ഡിലേ, ഡിലേ നമ്മൾ ലേബിൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം കോൾ ചെയ്യുക. അപ്പൊ ഇവിടെ ഒരു ഡിലേ ജനറേഷന്റെ പ്രോഗ്രാം ആണ്, ഒരു ചെറിയ ഡിലേ വരും. അപ്പോൾ ഹൈ ഒരു ഡിലേ. ഇനി അടുത്തത് ക്ലിയർ P1.0. ദാറ്റ് മീൻസ് എന്താണ്, P1.0 ക്ലിയർ ആക്കുക. ദാറ്റ് മീൻസ് അത് 0 ആവും. അപ്പൊ P1.0 എന്നുള്ളത് പിന്നിൽ എന്താവും, ഇപ്പൊ ആദ്യം ഹൈ വന്നു, ഒരു ഡിലേ വന്നു, അടുത്ത 0 വന്നു. ഈ 0യ്ക്ക് ഒരു ഡിലേ വേണ്ടേ, അതിന് വീണ്ടും എന്ത് ചെയ്യുക, എ കോൾ ഡിലേ, ഇത് വീണ്ടും കോൾ ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമുക്ക് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകണമെങ്കിൽ, ഇങ്ങനെ സ്ക്വയർ വേവ് എന്ന് വെച്ചാൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരണ്ടേ, അതിനുവേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ അതിനെ വീണ്ടും പ്രോഗ്രാം റിപ്പീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം, എസ് ജംപ്, ഷോർട്ട് ജംപ് ടു ഹിയർ, ഇവിടേക്ക് ജമ്പ് ചെയ്യുക. അപ്പൊ വീണ്ടും എന്താവും, 1 ആവും. അതിന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ സ്ക്വയർ വേവ് റിപ്പീറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ എപ്പോഴും 1 കൊടുത്തിട്ടും 0 കൊടുത്തിട്ടും എല്ലാം സെയിം ഡിലേ പ്രോഗ്രാം ആണ് കോൾ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും, ഓൺ ടൈമും ഓഫ് ടൈമും സെയിം ആയിരിക്കും. ഓൺ ടൈമും ഓഫ് ടൈം സെയിം ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ റെഡി ആയില്ലേ, 50% ഡ്യൂട്ടി സൈക്കിൾ. ഇനി ഡിലേയുടെ പ്രോഗ്രാം നിങ്ങൾക്ക് അറിയില്ലേ, ഡിലേ പ്രോഗ്രാമിൽ എന്താ ചെയ്യേണ്ടത്, R3യിലേക്ക് നമ്മളൊരു വാല്യൂ, ഇപ്പൊ FF എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. ഈ വാല്യൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. നിങ്ങൾ എത്രയാണോ കൊടുക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും ഡിലേ. അത് നമ്മൾ ഓൾറെഡി 8085 പഠിച്ചില്ലേ, എന്താണോ രജിസ്റ്ററിൽ ഒരു വാല്യൂ കൊടുക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും ഡിലേ. സെയിം പ്രോഗ്രാം ആണ്. നമ്മൾ ഇവിടെ എന്താണ്, 8051 ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ R3യിലേക്ക് നമ്മൾ ഹാഷ് എന്ന് കൊടുത്തിട്ട് ഇഷ്ടമുള്ള ഒരു വാല്യൂ കൊടുക്കുക. ഇനി ഈ R3 എന്ത് ചെയ്യാം, 0 ആകുന്നവരെ ഡിക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയല്ലേ നമ്മൾ 8085 പ്രോഗ്രാമിൽ പഠിച്ചത്. അതേ കാര്യം 8085 നമ്മൾ എന്താണ്, ഡിക്രിമെന്റ് സി എന്നൊക്കെ കൊടുത്തിട്ട് ജെം നോൺ 0 ആണെന്നൊക്കെ നോക്കിയിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതാണ് എന്ത്, ഡിക്രിമെന്റ് ജംപ് നോൺ 0 R3. അതിന്റെ മീനിങ് എന്താണ്, ഇത് R3 ഡിക്രിമെന്റ് ചെയ്യുക, അത് നോൺ 0 വാല്യൂ ആണെങ്കിൽ ജംപ് ടു, എങ്ങോട്ടേക്കാണ് ജംപ് ചെയ്യേണ്ടത്, ഇവിടെ തന്നെ നിൽക്കണം. അപ്പൊ ഇവിടെ നമ്മളൊരു ഹിയർ എന്ന് കൊടുത്തിട്ട് ഇവിടെയും ഹിയർ എന്ന് കൊടുത്താൽ മതി. അപ്പൊ എന്താവും, ഈ R3യിലുള്ള വാല്യൂ ഡിക്രിമെന്റ് ചെയ്ത് നോൺ 0 ആണെങ്കിൽ ഇതേ ലൊക്കേഷനിൽ തന്നെ വീണ്ടും 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 ലൂപ്പായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പൊ ഈ R3യിലെ വാല്യൂ 0 ആവുന്നോ, അപ്പൊ ഈ കണ്ടീഷൻ ഫോൾസ് ആയില്ലേ, അപ്പൊ അടുത്തയിലേക്ക് വരും. അപ്പൊ നമ്മൾ റിട്ടേൺ എന്ന് കൊടുക്കുക. അപ്പൊ എന്താണ്, ഇത്രയും ടൈം ഈ ഒരു സിംഗിൾ ലൈൻ ഇങ്ങനെ എക്സിക്യൂട്ട് ആവാൻ കുറെ ടൈം എടുക്കില്ലേ, അപ്പൊ അത്രയും ഒരു ഡിലേ ജനറേറ്റ് ആയി. ഇനി അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ, റൈറ്റ് എ പ്രോഗ്രാം ടു ക്രിയേറ്റ് എ സ്ക്വയർ വേവ് ഓഫ് 66% ഓഫ് ഡ്യൂട്ടി സൈക്കിൾ ഓൺ ബിറ്റ് 3 ഓഫ് പോർട്ട് 1.
ബിറ്റ് 3 ഓഫ് പോർട്ട് 1 എന്ന് വെച്ചാൽ P1.3. P1.3യിൽ 66% ഡ്യൂട്ടി സൈക്കിൾ, 50 അല്ല. അപ്പൊ ടി ഓണും ടി ഓഫും ഡിഫറെന്റ് ആണ്. ഈ 66% ഡ്യൂട്ടി സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ സ്റ്റേറ്റ് ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ഓഫ് സ്റ്റേറ്റ് ആണ്. ഓൺ ടൈം, ടി ഓൺ ടൈം എന്തായിരിക്കും, ടി ഓഫിനെക്കാട്ടിൽ 2 ടൈംസ് കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ ഒരു ഡിലേ പ്രോഗ്രാം എഴുതാം. എന്നിട്ട് ഓൺ ടൈമിൽ കൂടുതലെന്നല്ലേ വേണ്ടത്. അപ്പൊ എപ്പോഴാണ് നമ്മൾ സെറ്റ് ബിറ്റ് കൊടുക്കുന്നത്, P1.3യെ സെറ്റ് ചെയ്യുന്നത് 1 ആക്കുന്നത്, അത് കഴിഞ്ഞ് 2 തവണ ഈ ഡിലേ പ്രോഗ്രാം കോൾ ചെയ്താൽ പോരെ. അപ്പൊ ആദ്യം ഇപ്പൊ ഈ ഡിലേ പ്രോഗ്രാമിൽ 20 മൈക്രോ സെക്കൻഡ്സ് ആണ് ജനറേറ്റ് ആകുന്നത് അസ്യൂം ചെയ്യുക. അങ്ങനെയെങ്കിൽ ആദ്യം നമ്മൾ ഇതിനെ ജനറേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഇതിനെ കോൾ ചെയ്യുമ്പോൾ 20 മൈക്രോ സെക്കൻഡ്സ് ഡിലേ ആയി. വീണ്ടും നമ്മൾ രണ്ടാമത് കോൾ ചെയ്യുമ്പോൾ വീണ്ടും 20 മൈക്രോ സെക്കൻഡ്സ് ആയി. അപ്പൊ എത്രയായി, 40 മൈക്രോ സെക്കൻഡ്സ് ഡിലേ ആയി. അടുത്ത് നമ്മൾ P1.3യിൽ 0 കൊടുക്കുന്നു, എന്നിട്ട് ഒരു തവണ കോൾ ചെയ്യുന്നു. അപ്പൊ 20 മൈക്രോ സെക്കൻഡ്സ് അല്ലേ ആവുന്നുള്ളൂ. അപ്പൊ ഓൺ ടൈം എന്താണ് 40യും ഓഫ് ടൈം എന്താണ് 20 ആണ്. അപ്പൊ ട്വൈസ് ആയില്ലേ. പിന്നെ നമ്മൾ HTML ബാക്ക് തന്നെ ഇതാണ് നമുക്കൊരു പോർട്ട് പ്രോഗ്രാമിൽ ചോദിക്കാൻ പറ്റുക. പക്ഷെ എക്സാമിൽ ശ്രദ്ധിക്കണം, ഈ ഡിലേ ജനറേഷൻ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു നോർമൽ ഡിലേ ജനറേഷൻ ആണ് എഴുതിയത്. ഇതിന് നമുക്കൊരു ടൈമർ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ടൈമർ നമ്മൾ പഠിച്ചത്. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നന്നായിട്ട് എഴുതുക കേട്ടോ. ഇനി നമുക്ക് ഈ ഡിലേ ജനറേഷന്റെ ഒരു ഇക്വേഷൻ കൂടെ നോക്കാം. എങ്ങനെയാണ് ഡിലേ ജനറേഷൻ, അതും കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇവിടെ നമുക്ക് 8051 ഒരു ഇൻസ്ട്രക്ഷന് ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ക്ലോക്ക് സൈക്കിൾ വേണം ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് 8085 നമ്മൾ പഠിച്ചത് എന്താണ്, ഓരോ മെഷീൻ സൈക്കിൾ പഠിച്ചു. ഓപ്പ് കോഡ് ഫെച്ച് ഒരു മെഷീൻ സൈക്കിൾ ആണ്, എന്താണ് മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ്, ഇതെല്ലാം ഓരോ മെഷീൻ സൈക്കിൾ ആണ്. ഒരു മെഷീൻ സൈക്കിളിന് 3 അല്ലെങ്കിൽ 4 ക്ലോക്ക് പൾസ് വേണം എന്നൊക്കെയാണ് പഠിച്ചത്. പക്ഷെ 8051ന്റെ കേസ് അതല്ല. 8051 അത്രയും ടൈം എടുക്കില്ല. കാരണം 8051 എന്താണ്, എല്ലാം ഇന്റേണലിൽ തന്നെയുണ്ട്. ഈ പറഞ്ഞ പോർട്ടും രജിസ്റ്ററും മെമ്മറി എല്ലാം ഇന്റേണലിൽ തന്നെയുണ്ട്. ചില കേസിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എക്സ്റ്റേണൽ മെമ്മറി യൂസ് ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ അത്രയും ടൈം എടുക്കില്ല 8085 മൈക്രോ പ്രോസസറിന്റെ അത്രയും ടൈം എടുക്കില്ല 8051. അപ്പൊ 8051 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോക്ക് സൈക്കിളിനെയാണ് മെഷീൻ സൈക്കിൾ എന്ന് പറയുക. ഒരു ക്ലോക്ക് സൈക്കിളിനെയാണ് മെഷീൻ സൈക്കിൾ. അപ്പൊ അതുകൊണ്ട് ഒരു മെഷീൻ സൈക്കിൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും, നമ്മൾ ആ 8085 ഡിലേ ജനറേഷൻ പഠിച്ചവർക്ക് അറിയാം. അതിന് നമ്മൾ ഒരു ക്ലോക്ക് പൾസ് എന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്തത് എത്രയാണോ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ബൈ 12 ആന്നൊക്കെ പറഞ്ഞെടുത്തില്ലേ, അതേ മെത്തേഡ് തന്നെ ഇവിടെ 1 മെഷീൻ സൈക്കിൾ ആണ് 1 ക്ലോക്ക് സൈക്കിൾ. 1 മെഷീൻ സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ബൈ 12 ആയിരിക്കും. അപ്പൊ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി എപ്പോഴും നമ്മുടെ എക്സാമിന് തരുന്ന ഒരു ക്വസ്റ്റ്യൻ 11.0592 മെഗാ ഹെർട്സ് എന്നുള്ള രീതിയിലാണ്. ആണെങ്കിൽ ഇത് ബൈ 12 ചെയ്യണം. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇവിടുത്തെ 1 മെഷീൻ സൈക്കിൾ എത്രയാണ് ഫ്രീക്വൻസി എന്ന് കിട്ടും. അതിന്റെ ടൈം പീരീഡ് വേണമെങ്കിൽ 1/f ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ കാൽക്കുലേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് 8085. അത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. നമുക്ക് എത്രയായിരുന്നു കിട്ടിയത്, 1.085 മൈക്രോ സെക്കൻഡ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താണ്. ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നില്ല, ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇല്ലെങ്കിൽ അതൊന്ന് ക്ലാസ് കണ്ടാൽ മതി. അപ്പൊ ഇതാണ് ഒരു മെഷീൻ സൈക്കിളിന്റെ ടൈം പീരീഡ് 1.085 മൈക്രോ സെക്കൻഡ്സ് ആണ്. അപ്പൊ നമ്മൾ ഡിലേ ജനറേഷൻ പറഞ്ഞില്ലേ, ഇപ്പൊ R3യിലേക്ക് ഈ 200 ഞാൻ ഡെസിമൽ വാല്യൂ ആണ് കൊടുത്തത് കേട്ടോ. അപ്പൊ 200 എന്നൊരു R3യിലേക്ക് വാല്യൂ കൊടുത്തു. അത് എന്ത് ചെയ്യണം, R3 0 ആകുന്നവരെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഇത് 200 ടൈംസ് റിപ്പീറ്റ് ചെയ്യും, എന്നിട്ട് റിട്ടേൺ ചെയ്യും. ഇതാണ് ഡിലേയുടെ പ്രോഗ്രാം. അപ്പൊ നമുക്കറിയാം ഈ മെഷീൻ സൈക്കിൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എത്ര മെഷീൻ സൈക്കിൾ എടുക്കും ഓരോ ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ആവാൻ. ഈ മൂവ് R3 എന്നുള്ളത് 1 മെഷീൻ സൈക്കിൾ മതി എക്സിക്യൂട്ട് ആവാൻ. DJNZ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 മെഷീൻ സൈക്കിൾ വേണം, ഇത് 1 മെഷീൻ സൈക്കിൾ വേണം. അപ്പൊ ശ്രദ്ധിക്കണം, ഈ പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ ആണ് എന്ത് ചെയ്യേണ്ടത്, 200 ടൈംസ് റിപ്പീറ്റ് ആവേണ്ടത്. അപ്പൊ അതിന് 2 മെഷീൻ സൈക്കിൾ വേണ്ടേ. അപ്പൊ അങ്ങനെ 200 × 2 മെഷീൻ സൈക്കിൾ വേണം ഇത്, കാരണം ഇത് 200 ടൈംസ് റിപ്പീറ്റ് ചെയ്യല്ലേ. പ്ലസ് എന്താണ്, ഇതിന്റെ ഒരു 1 ഉണ്ട്, ഇതിന്റെ ഒരു 1 ഉണ്ട്, ഇതിന്റെ ഒരു 1 പ്ലസ് ഇതിന്റെ ഒരു 1, ഇത്രയും വേണം എന്ത് ചെയ്യണം. ഇവിടെ ഡിലേ ജനറേഷൻ ആവുന്നത് ഇത്രയായിരിക്കും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം, 436.17 മൈക്രോ സെക്കൻഡ്സ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ. അപ്പൊ ഇങ്ങനെ എത്രയാണ് ഇവിടുത്തെ വാല്യൂ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡിലേ ജനറേറ്റ് ചെയ്യും. ഇനി അടുത്ത് നമ്മൾ ലൂപ്പ് ഇൻസൈഡ് ലൂപ്പ് അല്ലെങ്കിൽ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയും. എന്നുവെച്ചാൽ ഇതിലും കൂടുതൽ നമുക്ക് ഡിലേ ജനറേറ്റ് നെസ്റ്റഡ് ലൂപ്പാണ് യൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് 2 ലൂപ്പ് വരും. അതിൽ ഇത്രയും പോർഷൻ സെയിം തന്നെ. നമ്മൾ എന്താണ്, R3യിലേക്ക് ഒരു 200 കൊടുക്കുന്നു, അത് 0 ആകുന്നവരെ ഡിക്രിമെന്റ് ചെയ്യുന്നു. ഇത് ഇപ്പൊ 200 ടൈംസ് എന്താണ്, ഇത് 2 മെഷീൻ സൈക്കിൾ, അതൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഒരു 1 മെഷീൻ സൈക്കിൾ ആവും. ഇനി അടുത്തത് നമ്മൾ R2യിലേക്ക് ഒരു വാല്യൂ കൊടുത്തു വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഈ ഒരു ലൂപ്പ് കംപ്ലീറ്റ് ആവുമ്പോൾ R2യിലെ വാല്യൂ 0 ആയെന്ന് ചെക്ക് ചെയ്യുന്നു. 0 ആയില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇതാണ് നമ്മുടെ ലൂപ്പ്. ഈ ഒരു സെക്ഷൻ നമ്മുടെ ലൂപ്പ് 1 ആണ്. ഈ ലൂപ്പ് 1നെ എന്താണ്,
R2 0 ആകുന്നവരെ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ R2 നമ്മൾ 250 ആണ് കൊടുത്തതെങ്കിൽ ലൂപ്പ് 1 250 ടൈംസ് റിപ്പീറ്റ് ആവും. അതല്ലേ ഇവിടെ നടക്കുന്നത്. അപ്പൊ R2 ഒരു വാല്യൂ എടുക്കുന്നു, R3 ഒരു വാല്യൂ എടുക്കുന്നു, R3 0 ആകുന്നവരെ ഇവിടെ ലൂപ്പ് വരുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, R2 0 ആയി നിൽക്കുന്നു. അല്ലെങ്കിൽ എന്താണ് ഈ പ്രോസസ്, ഈ ലൂപ്പ് നമ്മൾ ഈ പറഞ്ഞ പ്രോസസ് എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു, എന്നിട്ട് റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും, മെഷീൻ സൈക്കിൾ കുറച്ചുകൂടി ഡിലേ കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ ജനറേറ്റ് ചെയ്ത ഡിലേക്കാട്ടി ഡബിൾ, അതിനെക്കാട്ടി 250 ടൈംസ് കൂടുതൽ ഡിലേ ജനറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ആ പ്രോഗ്രാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 250 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു. ഇതാണ് ഡിലേ ജനറേഷൻ പോർട്ട് പ്രോഗ്രാമിംഗ്. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇൻട്രസ്റ്റ് ആയി തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.